നാളുകളായി CPM-മായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു PK ശശി എന്നതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ രാജി അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ UDF പാളയത്തിലേക്ക് പോകുന്നു, സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന വാർത്തകളൊക്കെ കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ CPM എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ഘട്ടത്തിൽ ഓരോ നേതാക്കളുടെയും പ്രതികരണങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഒപ്പം PK ശശി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. എന്താണ് വായിച്ചെടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്? ആര്യ, KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് CPIM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ജില്ലാതലത്തിൽ വലിയ നേതാവായിരുന്ന PK ശശി രാജിവെച്ചിരിക്കുന്നത്. ആ രാജി ആര്യ പറഞ്ഞതുപോലെ CPIM ഞെട്ടലുളവാക്കുന്നതൊന്നുമല്ല. ഇന്നല്ലെങ്കിൽ നാളെ PK ശശിയുടെ രാജി CPIM മുന്നിൽ കണ്ടതാണ്. അത് KTDC ചെയർമാൻ സ്ഥാനത്തു നിന്നുള്ള രാജിയും പാർട്ടി മുന്നിൽ കണ്ടതാണ്. പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഉള്ള രാജിയും മുന്നിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം UDF-ന്റെ സഹായത്തോടുകൂടി UDF-ന്റെ ഭാഗമായി ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കും എന്നാണ് CPIM കരുതുന്നത്. അത് ഏത് തരത്തിലാണ്, എങ്ങനെയാണ് UDF-ന്റെ ഭാഗമാകുന്നത് എന്ന തരത്തിൽ വലിയ വ്യക്തത CPIM-നില്ല. PK ശശിയുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് പാലക്കാട്ടെ CPIM വിമതരുടെ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു കൺവെൻഷൻ വിളിക്കുകയും ആ കൺവെൻഷനിൽ ആ പാർട്ടിയുടെ ഭാഗമായി താൻ ഉണ്ടാകുമെന്ന് പറയുകയും UDF-ൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗമായി മത്സരിക്കാനുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ അത്തരമൊരു ധാരണയാണ് PK ശശിയും UDF-ഉം തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് PK ശശിക്ക് ഒപ്പമുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ച് അവർ ഇത് പ്രതീക്ഷിച്ചതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് CPIM-ന്റെ പാലക്കാട് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കരുതുന്നത്. ഇനിയുള്ള അറിയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, PK ശശി കോൺഗ്രസിലേക്കാണോ പോവുക അതോ മറ്റേതെങ്കിലും തരത്തിൽ പുറത്തുനിന്ന് UDF-ന് പിന്തുണ നൽകുകയാണോ എന്നത് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും അദ്ദേഹം CPIM വിടും എന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും. അതെ, അദ്ദേഹത്തിന് ഇനിയുള്ള നീക്കങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. റോഷിപാൽ, UDF-ലേക്ക് എത്തുന്നു PK ശശി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയൊരു പാർട്ടി വിമതരെ ഒപ്പം കൂട്ടി രൂപീകരിക്കുന്നു, അസോസിയേറ്റ് അംഗമായി UDF-ലേക്ക് എത്തുന്നു. പക്ഷേ മത്സര ചിത്രത്തിലേക്ക് PK ശശി എത്തുമോ? നമുക്കറിയാം ഇതിന് മുമ്പുണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, അത് ലൈംഗിക ആരോപണ വിവാദം, ഫണ്ട് തിരിമറി ആരോപണം, ഇതിലൊക്കെ കടന്നാക്രമിച്ചിട്ടുണ്ട് PK ശശിയെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഒരുമിച്ച്. അത്തരത്തിൽ ഇത്രത്തോളം കടന്നാക്രമിച്ച ഒരു വ്യക്തിയെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ തന്നെയാണോ UDF-ന്റെ തീരുമാനം? എന്താണ് UDF ക്യാമ്പിലെ ചർച്ചകൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? റോഷി. ആര്യ, ഇതിൽ PK ശശിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അത്തരമൊരു ശ്രമം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ PK ശശിക്കെതിരെ പാലക്കാട്ട് കോൺഗ്രസിനകത്ത് കടുത്ത വികാരവുമുണ്ട്. കാരണം കോൺഗ്രസും CPM-വുമായി നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് ഒറ്റപ്പാലം മേഖലയിലടക്കം. അതിന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള അക്രമങ്ങൾക്കകം അടക്കം PK ശശി നേതൃത്വം നൽകിയെന്ന ഒരു പരാതി അവിടെ വ്യാപകമായി പ്രാദേശിക നേതാക്കൾക്കൊക്കെ ഉണ്ട്. അങ്ങനെ PK ശശിയുമായി ചേർന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരത്തെ തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അടക്കം അറിയിച്ചതാണ്. ആ ഒരു സാഹചര്യമൊക്കെ പരിഗണിച്ച് എന്നാൽ പോലും കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തി നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ PK ശശിയുടെ കടന്നുവരവ് അത് ഒറ്റപ്പാലത്ത് മാത്രമല്ല, തൊട്ടടുത്ത ഷൊർണൂരും കോങ്ങാട് ഉൾപ്പെടെ പാലക്കാട് അടക്കമുള്ള പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും കോൺഗ്രസിന് UDF-ന് ഗുണകരമാകും, അത് നേട്ടമുണ്ടാക്കും, അവിടെ അട്ടിമറി വിജയത്തിന് വഴിയൊരുക്കും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. ആ സാഹചര്യത്തിലാണ് PK ശശിയെ ചേർത്ത് നിർത്താനുള്ള തീരുമാനം. നേരത്തെ കോൺഗ്രസ് നേതൃത്വം തന്നെ PK ശശിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം അതൊരു ആയുധമാക്കിയത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഈ തീവ്രത കുറഞ്ഞ ലൈംഗിക ആരോപണം എന്ന CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അത് ആക്ഷേപമായി ഉയർത്തി വലിയ ചർച്ചയൊക്കെ കോൺഗ്രസ് നടത്തിയതാണ്. വലിയ പ്രതിഷേധങ്ങളടക്കം ഈ വിഷയത്തിൽ ഉണ്ടായതാണ്. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പ്രധാന ആയുധം തന്നെയായിരുന്നു എല്ലാ കാലത്തും PK ശശിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ, ഫണ്ട് തട്ടിപ്പ്, ഇതൊക്കെ. പക്ഷേ അതൊന്നും CPM നേതൃത്വം ഈ ഘട്ടത്തിൽ ഉയർത്താൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ്. അതിനപ്പുറത്തേക്ക് CPM നൽകിയ ക്ലീൻ ചിറ്റ് അത് ഗുണകരമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF-നെതിരെ നിലപാടെടുക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക എന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് PK ശശിയെ ചേർത്ത് നിർത്തുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.